പച്ച കളർ ഷർട്ട് വിട്ട് നടന്നപ്പോൾ ഇതാ എൻ്റെ ഇടതുവശത്തു കൂടി ഒരു പച്ച കളർ ബസ് വരുന്നു. പിന്നീട് അതിലും കയറി നേരെ പോയത് ടോങ്സിഫൈ മെട്രോ സ്റ്റേഷനിലേക്കായിരുന്നു. മെട്രോ സ്റ്റേഷനിൽ ഇതാ വിജയ് പടത്തിലെ വിജയുടെ മാപ്പിനേക്കാൾ വലിയൊരു മാപ്പ് ചൈനയുടെ ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാവില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. അങ്ങനെ മെട്രോ കവാടവും തുറന്ന് മെട്രോയുടെ ഒരു മൂലയ്ക്ക് ചാരി നിന്ന് ക്യാൻറ്റോൺ ഫയറിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മളെത്തി. നമ്മുടെ ബാക്കിൽ രണ്ട് സുന്ദരികൾ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ നമ്മളെ കണ്ടുപിടിക്കാനായി ബോർഡ് പിടിച്ച് നിൽക്കുന്ന പോലെ ഇവർ നിൽക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മുടെ സൈഡിൽ കാണുന്നവരെല്ലാം ഓരോ ബിസിനസ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണ്. തിരക്കുള്ള ആൾക്കൂട്ടത്തിനിടയിൽ ഈ ചങ്ങായി രണ്ട് കൈയും പൊക്കി പിടിച്ച് സ്വന്തം ഫോട്ടോ എടുക്കുന്നതൊന്നുമല്ല. ആ QR കോഡ് സ്കാൻ ചെയ്താലാണ് ഇതുപോലത്തെ ഒരു ID കിട്ടുള്ളൂ. ഈ ID ഉണ്ടെങ്കിലാണ് നമുക്ക് അതിനുള്ളിൽ കയറാൻ പറ്റുള്ളൂ. ക്യാൻറ്റോൺ ഫെയറിന് വരുന്ന ആളുകളെ തണുപ്പിക്കാനായി ഓരോ ഫാനുകളിൽ നിന്നും ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. തിരക്കേറിയ ക്യാൻറ്റോൺ ഫെയറിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ആദ്യം കണ്ടത് ഒരു അംബ്രല്ല സ്റ്റേഷനായിരുന്നു. നമുക്ക് അംബ്രല്ല റെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണത്. മഴ പെയ്യുമ്പോൾ ഇങ്ങനത്തെ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് പൈസ കൊടുത്ത് അംബ്രല്ല മേടിക്കാം. ഈ കാണുന്ന മെഷീൻ എന്തിനുള്ളതാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ടൂൾസിന്റെ സെക്ഷനിലേക്ക് പോയി. ഇവിടെ കാര്യമായി ഒന്ന് അന്വേഷിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും തൊട്ടടുത്ത് നിൽക്കുന്ന ചങ്ങായി ഈ കാണുന്ന മെഷീൻ പിടിച്ച് ഒരു തേങ്ങയും അറിയാതെ ഞെക്കി കളിക്കുന്നത് കണ്ടപ്പോൾ എത്രയും വേഗം അവിടെ നിന്ന് എസ്കേപ്പായി നേരെ അപ്പുറത്തെ ടയറിന്റെ ഫാക്ടറിയിലേക്ക് പോയി. പാടത്ത് മരുന്നടിക്കാൻ ഹെലികോപ്റ്റർ വേണോ? ഇതാണ് സാധനം, കണ്ടില്ലേ? മതിയായ ലീഫൊക്കെ വെച്ച് കലക്ക സാധനമാണ്. പിന്നെ ചെറിയ ചെറിയ ഡ്രോൺ വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. എൻ്റെ മുന്നിൽ കാണുന്ന ഈ രണ്ട് വണ്ടി കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയുടെ കട്ട് തോന്നുന്നുണ്ടോ എന്ന് പറയണം. ഒന്ന് ഇത് കണ്ടില്ലേ, രണ്ടിത്. എങ്ങനെയുണ്ട് സാധനം? ഇതൊന്നും കൂടെ താഴെ പറഞ്ഞിരിക്കുന്നുണ്ട്, കണ്ടില്ലേ? കുറച്ചു നേരം അങ്ങനെ ബൈക്കുകളെല്ലാം നോക്കിക്കഴിഞ്ഞ് നേരെ നോക്കിയപ്പോൾ ഇതാ ഹോണ്ടയുടെ 2024 മോഡൽ അക്വാഡ് ഇരിക്കുന്നു. ഈ വണ്ടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഡിക്കിയിൽ ഒരു സ്വിച്ചിൽ ഞെക്കിയാൽ തന്നെ മുകളിലേക്ക് ഡിക്കി പൊങ്ങിപ്പോവും. തന്നെ താഴേക്ക് താഴേക്കില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കൈകൊണ്ട് താത്തിയാൽ ഇത് അടയുകയും ചെയ്യും. എനിക്കൊന്ന് കാർ റിവ്യൂ ഒന്നും ചെയ്യാറിയില്ല. ഇത് കറുത്ത കാറാണ്, സിൽവർ കളർ പ്ലേറ്റിംഗ് ഉണ്ട്. ഇവിടെ ഞെക്കിയ താഴെയാണ്, വണ്ടി ഓഫ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ നല്ലൊരു സ്റ്റിയറിംഗ് ഉണ്ട്. വോളിയം അപ്പ് ബട്ടൺ, ഡൗൺ ബട്ടൺ, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ആക്സിലേറ്ററും ബ്രേക്കും ഉള്ളൂ, ക്ലച്ച് ഇല്ല. ഇവിടെ ആയിട്ട് ഇത്രയും കൺസോൾ വരുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ഇങ്ങനെ, ഇവിടെ നോക്കിയാൽ ഡിസ്പ്ലേ, സീറ്റ് എല്ലാം കറുത്തതാണ്. മത്തങ്ങ അക്ഷരത്തിൽ പേരെഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് അക്കോഡാണെന്ന് മനസ്സിലായി. ഇതിന്റെ താഴേക്ക് വരുന്ന ഈ കാണുന്ന വലിയ ഏരിയ ഫുൾ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഓവൻ അങ്ങനെ തുടങ്ങിയ ഐറ്റംസ് ആണ്. അല്ലെങ്കിൽ തന്നെ മര്യാദയ്ക്ക് ചായ ഉണ്ടാക്കാറില്ല, അന്നേരം മിക്സി ഓവനൊക്കെ കാണാൻ പോണേ. രണ്ടാമത്തെ നിലയിൽ കയറി ചെന്നപ്പോൾ സ്കൈവോർത്ത് എന്ന് എഴുതി ഒരു റോബോട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന റോബോട്ടാണ് ഇവിടുത്തെ ആകർഷണമെങ്കിലും ആരും റോബോട്ടിന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാതെ സ്കൈവോർത്ത് എന്ന് എഴുതിയ ബ്രാൻഡിങ്ങിന്റെ താഴെ നിന്ന് ഫോട്ടോ എടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് ഈ ബ്രാൻഡിന് ഇത്ര പ്രത്യേകത എന്നറിയാൻ വേണ്ടി മാത്രം ഞാനും പോയി നിന്നൊരു ഫോട്ടോ എടുത്തു. എന്തൊക്കെയായാലും സ്കൈവോർത്തിന്റെ ഈ ട്രാൻസ്പെറന്റ് TV ഒരു അടിപൊളി സംഭവം തന്നെയാണ്. ഈ കാണുന്നത് വെറുതെ പുക വിട്ട് നടക്കുന്ന ഒരു മെഷീൻ അല്ല, ഇതിന് കാര്യമായ എന്തോ ഉപയോഗമുണ്ട്. പക്ഷെ ഈ കാണുന്നത് റെസ്റ്റോറന്റുകളിൽ ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. ആവശ്യാനുസരണം ഹൈറ്റ് പൊക്കുകയും താത്തുകയും ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ വ്യത്യസ്തമായ ടേബിൾ ആണത്. മുന്നിൽ കാണുന്ന ഈ ചെറിയ ബാഗ് പോലത്തെ ഈ സാധനത്തിനുള്ളിൽ സാധനങ്ങൾ വെക്കുക മാത്രമല്ല, ഈ സാധനങ്ങൾ തള്ളിക്കൊണ്ട് നടന്നു മടക്കുമ്പോൾ നമുക്കിതിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുകയും ചെയ്യാം. സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ അന്യായക്കാരനാ, എയർപോർട്ടിൽ അലൗഡാന്ന് തോന്നണില്ല. മുന്നിൽ കാണുന്ന ഈ സാധനം ഒരു ഇലൂഷൻ സ്റ്റാൻഡാണ്. ഇതിങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇതിന്റെ ഉള്ളിലിരിക്കുന്ന സാധനങ്ങളൊന്നും പുറത്തേക്ക് പോവുകയില്ല. പ്രേത സിനിമയിലൊക്കെ പ്രേതത്തിന്റെ കാറ്റടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫാൻ കണ്ടില്ലേ, ഇതൊക്കെ പറന്നു നോക്കുള്ളൂ. ഇന്നത്തെ പരിപാടി മൊത്തം കഴിഞ്ഞു. എൻ്റെ അമ്മ മെട്രോ സ്റ്റേഷനിൽ തന്നെയാണ് ഇറക്കും.